ടൈം നമ്മൾ റീച്ച് ആയ ടൈം 6:01 സ്ഥലം 10 മണി. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോങ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ മേഘാലയയാണ്. അപ്പം ഞാൻ ട്രെയിനിലാണ്, നമുക്ക് 2 ദിവസം ട്രെയിനിലാണ്. അപ്പം അതിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം 10-20 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. ബാക്കിയുള്ളവരെല്ലാം മറ്റേ AC കോച്ചിലാണ്. അപ്പം ഞാൻ സ്ലീപ്പറിലാണ് പോകുന്നത്. 2-3 പേര് അപ്പുറത്തെ സ്ലീപ്പറിൽ വേറെ ബോഗിലുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഭായിമാരായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പോസ്റ്റാണ്, 2 ദിവസം ട്രെയിനിലിരിക്കണം. ശരി, നല്ല ട്രെയിനാണെന്ന് വിചാരിച്ചത്. വിവേക് എക്സ്പ്രസ് ആണ്, നല്ല അടിപൊളി ട്രെയിനാണ്. സ്ലീപ്പർ ജനറൽ പോലെയാണ്. പിന്നെ കുഴപ്പമില്ല. ഒരു മലയാളം അറിയാതൊരു വായുണ്ട്, പുള്ളിയായിട്ട് ചില വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ബാക്കി എല്ലാ അടിപൊളി വിശേഷങ്ങളും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ മുന്നോട്ട് കാണാം. ട്രെയിനിലെ 3-ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ 2-ാം തീയതി കയറിയതാണ് രാത്രിയിൽ, അതായത് 3-ാം തീയതി വെളുപ്പിന്. അപ്പം 3-ഉം 4-ഉം നമ്മൾ ട്രെയിനിലെത്തും. ഇപ്പം 5-ാം തീയതി രാവിലെ 9 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. അത് ലേറ്റാണ്, ഒരു 11-12 മണിയാകുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 3 മണിക്കൂർ ഡിലേയും കൂടിയാണ്. അപ്പം ഈ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പോലത്തെ കമ്പാർട്ട്മെന്റാണ്. സ്ലീപ്പർ ആണെങ്കിലും ഒരു വൃത്തിയില്ല. നിങ്ങൾ നോർത്ത് ഈസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്യല്. ബാത്റൂം പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. AC ആയിരിക്കും ഇച്ചിരി ബെറ്റർ. AC ആണെങ്കിൽ അത്രയും കംഫർട്ടാണ് കേട്ടോ. ട്രെയിനിൽ ഞാൻ ഒരു കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ഇവിടെ വന്ന് ഞാൻ പരിചയപ്പെട്ടാണ്. ഈ ബായ കേട്ടോ, പുള്ളി കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മലയാളം നന്നായിട്ട് അറിയാം കേട്ടോ. ഇത് ഒത്തിരി കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു വീട് സ്ഥലമൊക്കെ മേടിച്ച് സെറ്റായി. ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗുവാഹത്തിലെത്തി. അവിടെ നിന്ന് ഇനി ബാക്കി നമ്മുടെ ആൾക്കാരെല്ലാം AC-യിലാണ് കേട്ടോ. അവരുടെ കൂടെ കൂടിയിട്ട് നമ്മൾ ഇനിയിപ്പം നമ്മുടെ ഒരു ട്രാവലറുണ്ട്, അതിനാണ് നമ്മൾ ഷില്ലോങ്ങിലേക്ക് പോകുന്നത്. നമ്മുടെ കോർഡിനേറ്റർ ആഷിക്ക് പറഞ്ഞ പോലെ നല്ല മൂടി വെതർ മാത്രമല്ല, വെട്ടിക്കെട്ട് മഴയായിരുന്നു. നമ്മൾ ചെന്ന് കാല് കുത്തിയതേ ഉള്ളൂ. നല്ല മഴയും വെള്ളപ്പൊക്കവും, അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് വെള്ളം വഴി കയറിയിട്ട് നമുക്ക് പോകത്തില്ലായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമുക്ക് ആദ്യത്തെ ദിവസം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ റൂമിലോട്ട് എത്തി. ഒരു അടിപൊളി ഫോഗി മൂഡായിരുന്നു കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി ഒരു വെതറായിരുന്നു. ഇന്നലെ നമുക്കങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇന്നലെ ലാൻഡ് സ്ലൈഡ് ഒക്കെ ആയിട്ട് ഇവിടെ വെള്ളം പൊങ്ങി വഴി ഫുള്ള് നിറഞ്ഞു കിടക്കായിരുന്നു. അപ്പം വണ്ടിയൊന്നും പോകുന്നില്ലായിരുന്നു. അങ്ങനെ ബ്ലോക്കും എല്ലാം ആയിട്ട് നമ്മൾ ലേറ്റായിട്ട് വന്ന് കിടന്നത്. ഇതാണ് നമ്മൾ വന്ന് കിടന്ന സ്ഥലം. ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ ആഷിഖ്. ഫുള്ള് മഞ്ഞും ഫുള്ള് മഴയൊക്കെ ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഇവിടെയാണ് നമ്മൾ കിടന്നത്. ഇതാണ് നമ്മുടെ റൂം. ഫുള്ള് 80+ ആയതുകൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് അടയ്ക്കാണ്. ഈ റൂമിലാണ് കിടന്നത്. പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. ഞങ്ങളപ്പോൾ ട്രക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ടാവും. ഇന്ന് ഒരു 8 മണിക്കൂറോ 9 മണിക്കൂറാണ് ട്രക്കിംഗ് ഉണ്ട്. രാവിലെ 8-9 ആകുമ്പം കയറുവാണെങ്കിൽ വൈകിട്ട് 8 മണിയാകും ട്രക്കിംഗ് കഴിയുന്നതാണ് ഇവിടുന്ന് പറഞ്ഞത്. പിന്നെ ഒരു 4000 അടുത്ത് സ്റ്റെപ്സ് ഉണ്ട്. ഹെവി ട്രക്കിംഗ് ആണ്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന്. So today we are going to double decker bridge. Okay, so this is one of the oldest bridge made by the root of the trees. Okay, and it's double decker. There are 2 bridges, top and bottom. So Cherrapunji is famous for this, so we are going to see that area. But to reach there we have to trek. Okay, so here comes very important rule. It's not a race, so if you have a good physical fitness, then don't rush. Enjoy, okay, the beauty and try to be together. Okay, so don't leave your group, because if anything happens and if we are not available there, okay, it can be a fatal also. Okay, so your safety is first. So enjoy. I am going to lead the trek. Okay, everyone will be just on my back side, and Ashik, okay, he is going to be at the end. Okay, so everybody has to between Ashik and me. Clear? Yes. This part clear? Okay, first rule. Second rule, you have to walk like a mule. So when you are walking, don't walk in straight downward or upward. When you are walking straight downward, there is a chances that if you started speeding up, you won't be able to stop. You will stop, okay, when you reach the end of the valley. Okay, and that time, okay, you won't be there. ഇപ്പോൾ നമുക്ക് കിഷൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ആഷിക്ക് കിഷൻ ഇങ്ങനെ 2 പേരാണ് നമുക്ക് ഗൈഡായിട്ട് വരുന്നത്. അപ്പം കിഷൻ നേപ്പാളുകാരനാണ് കേട്ടോ. Now, all the best for the day.
സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഇതുണ്ടോ വാക്കിംഗ് സ്റ്റിക്ക് 20 രൂപയ്ക്ക്. അങ്ങനെ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമുക്ക് സ്റ്റെപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വരുന്നുണ്ട്. ടു തേർണ കളക ടൂറിസം. Bro, can you talk about Cherrapunji? Cherrapunji Bridge. Can you talk? So yeah, double decker. Yeah. So this is considered as the oldest bridge Okay. lying here. Okay. So these are man-made. So they have entangled the roots. Yeah. Oh, sorry. Yeah. So they have entangled the roots together to form a bridge between two trees, and the tree is rubber tree. Yeah, and Cherrapunji is known for that now. Earlier, Cherrapunji was famous for the highest rainfall receiving. So there are multiple records under the name of Cherrapunji, but now the highest rainfall place in the world is different. Yeah, so it's a very touristy place. Rainforest everywhere. A wonderful place to be here. Yeah. Thank you. പുള്ളിക്ക് ചൂലിൻ്റെ വാക്ക് കിട്ടിയില്ല. അതാണ് ഇത് ചൂല് ഈ ഒരു പ്ലാന്റ് വെച്ച് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഇത് ഇവിടെ ഫുള്ള് ഇത് ഒരു പ്ലാന്റാണ്, നിറച്ചുണ്ട്, ഒരുപാടുണ്ട്. മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫുൾ ടൈം ചിറാപുഞ്ചി ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം മഴയായിരിക്കും. അപ്പം മുമ്പേ പുള്ളി പറഞ്ഞത് 100-150 വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ പല ഗോത്രവർക്കാരാണ്. അപ്പം അവർക്ക് ട്രൈബൽസ്, അവർക്ക് പാലമുണ്ട്. പാലം അപ്പം പണ്ടൊക്കെ പാലങ്ങൾ കുറേ പണിതിട്ട് അവർക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി കുറേ കഴിയുമ്പം പാലം പൊളിഞ്ഞു പോകുമല്ലോ, ചെതലൊക്കെ പിടിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് അവർ അത് കറക്റ്റായിട്ട് എപ്പോഴും നിൽക്കാൻ വേണ്ടി കുറേ ലിവിങ് ട്രീ, റബ്ബർ ട്രീ ഉണ്ട്, അതിൻ്റെ റൂട്ട് ഇതിലോട്ട് കണക്ട് ചെയ്ത് അങ്ങനെ 2-3 റൂട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ലിവിങ് ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതൊരു 150 വർഷം പഴക്കമുള്ള ബ്രിഡ്ജാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പം നമുക്ക് അതിനെ കാണാം. അപ്പം അതിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര റിസ്കി സ്റ്റെപ്പാണ്, ഫുള്ള് ചെറിയ സ്റ്റെപ്പാണ്. ഇത് കൂട്ടി ഒരു 4000 സ്റ്റെപ്പുണ്ട്. 3500 എന്നാണ് അവർ പറയുന്നത്. 4000 ഉണ്ടെന്നാണ് കയറിയവർ പറയുന്നത്. നമുക്ക് പോകുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഒരേ സ്പീഡിൽ പോയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ ക്യാപ്പൊക്കെ ഇട്ട് വേണം പോകാൻ. ഞാൻ നീ ക്യാപ്പൊന്നും എടുത്തിട്ടില്ല, അറിയാം. നോക്കാം നമുക്ക് എത്ര സ്റ്റാമിന ഉണ്ടെന്ന് വരുമ്പോൾ അറിയാം. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി റിവ്യൂ ആണ്. Guys, watch your steps, huh? Watch your steps. Yeah. എടാ സ്റ്റെപ്പ് നോക്കി വരണം, വീഡിയോ എടുക്കുമ്പം സ്റ്റെപ്പ് നോക്കി വരണം കേട്ടോ. എല്ലാം അടുത്തടുത്താണ് സ്റ്റെപ്പ്. അവിടെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടി ഡസ്റ്റ്ബിൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര ക്ലീൻ ആട്ടോ. കണ്ടോ, ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. കണ്ടോ, ഡസ്റ്റ്ബിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം പിന്നെ ഇവിടെ നമ്മളെ ആളെ കിടത്തിക്കൊണ്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും മേളിൽ. കണ്ടോ പൊക്കത്ത് കണ്ടോ, അത് 6000 രൂപ കൊടുത്ത് ഞാൻ ഒരാളെ കിടത്തി കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് എത്തിച്ചേരും. നമ്മൾ ഫുള്ള് സൈഡ് സ്റ്റെപ്പ് ചെരിഞ്ഞാണ് ഇറങ്ങുന്നുണ്ട്. അത്രയും ചെറിയ സ്റ്റെപ്സാണ് ഫുള്ള്. ഒരു ലെഗ് ഫുള്ള് തികയില്ല, ഭയങ്കര ടഫാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഗിയേഴ്സും കാര്യങ്ങളില്ലാതെ അത്യാവശ്യം ഓക്കെ പറ്റുന്നവർ മാത്രമേ വരാറുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. നല്ല റിസ്കി സ്ഥലമാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ്, നല്ല വൈബാണ്. എനിക്ക് പിന്നെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കത്ര അടുപ്പായിട്ട് തോന്നില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉള്ളതിൽ ഒത്തിരി പേര് ബാക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു മുകളിൽ നമ്മൾ ആളെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ ആ സംഭവമാണ് ഇത് കേട്ടോ. അതായത് ഇവർ ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റാതെ ഇവിടെ വന്ന് ബുദ്ധിമുട്ടി നിൽക്കുകയാണെങ്കിൽ ഇവർ നമ്മളെ മുകളിലേക്ക് ഈ തൊട്ടിക്ക് അത് വെച്ചുകൊണ്ട് കൊണ്ട് മുകളിൽ എത്തിച്ചു തരും. അപ്പം 16000 രൂപ കൊടുക്കണം, എങ്കിലല്ലേ ബാർഗെയിൻ ചെയ്ത് 3000-4000-ത്തിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. യെസ്. ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആശാൻ കൊടയെടുത്ത് ഞങ്ങളെല്ലാം റെയിൻകോട്ട് കാര്യങ്ങളൊക്കെയാണ്, അങ്ങ് ബാക്കിലാണ് എല്ലാവരും. ഞാൻ ഫ്രണ്ടിലാണ്. ഇവിടെ റെയിൻകോട്ടൊക്കെ ഇട്ടു. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നൈസ് സ്ഥലമാണ്. പക്ഷേ ഈ സ്റ്റെപ്പാണ് സഹിക്കാൻ പറ്റാതെ, കുറേ ഉണ്ട്. റിവറാണ്, റിവർ. ഓ നൈസ്, കൊള്ളാം, നല്ല രസമുണ്ട്. ഓ മറ്റേ ചെറിയ സ്റ്റെപ്പ് വെച്ച് പോകുന്ന സാധനമാണ്.
ഇതിലെങ്ങനെ പോകണമെന്ന് അറിയത്തില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് പോകാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും പൊളിയായിരിക്കും. ഇതുണ്ടോ, ഓരോരുത്തരായിട്ടാണ് പോണേ. നമ്മൾ പോകുന്നതാണ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല കുലുക്കാണ്, പേടിയാവും. ഇത് നേരെ നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ. സ്റ്റിക്കുമെല്ലാമായിട്ട് പോകാൻ ഭയങ്കര പാടാണ്, നല്ല കുലുക്കാണ്. ഇതുണ്ടോ, ഈ കമ്പിമേലാണ് ഇരിക്കുന്നത്. ആടാൻ തുടങ്ങി കഴിഞ്ഞാൽ പേടിയാവും, ചെറുതായിട്ടാവുന്ന പോലുണ്ട്. പക്ഷെ പൊളിയാട്ടോ. താഴോട്ട് നോക്കാൻ നേരെ നോക്കി പോകണം. എനിക്ക് ഇച്ചിരി പേടിയാണ്, അതുകൊണ്ടാണ്. പേടിയാണ് കേട്ടോ, ഞാൻ അഭിനയിക്കുന്നതാണ്. ഇത് 2-3-4 കമ്പികളിലാണ് ഈ സംഭവങ്ങൾ മൊത്തം. സൈഡൊക്കെ പറന്നാ പോന്നെ. എനിക്ക് ഫുള്ള് കമ്പിയിലാണെങ്കിലേ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കാല് കഴിച്ച് നിൽക്കും, അതുകൊണ്ട് വേദന എടുക്കും. എനിക്ക് വീഡിയോ നിർത്തണമെന്നുണ്ട്, പക്ഷെ കൈ പറിച്ചെടുക്കാൻ മേല. അതുകൊണ്ടാണ് നിങ്ങളതുകൊണ്ട് അങ്ങേറ്റം വരെ പോകുന്നിടം വരെ എൻ്റെ വീഡിയോ സഹിക്കണം. ഇവിടെ ഇച്ചിരി പൊട്ടി കിടക്കണം. ഇവന് കിടന്ന് ആട്ടുന്നോണ്ട് ഒരു രക്ഷയില്ല. അതെ, ഇതുണ്ടോ, ഇങ്ങനെ സെറ്റപ്പിലാണ് ഈ സംഭവം. എൻ്റെ മോനെ ചത്തു പണ്ടാറടങ്ങി. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ള് കയറ്റാം. ഇപ്പോഴാണെങ്കിൽ നടന്നിറങ്ങിയതൊക്കെ തിരിച്ചെങ്ങനെ കയറുന്നു തോന്നുന്നു. ഇറങ്ങാൻ ഇച്ചോടെ എളുപ്പം, കയറാൻ പാട്. എൻ്റെ പറഞ്ഞ ഇത് കുഴപ്പമില്ല, പിന്നെ കുറച്ച് ആട്ടമുള്ളൊരു സീനേ ഉള്ളൂ. കാരണം വെള്ളച്ചാട്ടം ഭയങ്കര താഴെ വെള്ളം ഒഴുകുന്നുണ്ട് കഴിഞ്ഞാൽ തന്നെ പേടിയാവും അമ്മ സാധനം. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. പിള്ളേരെല്ലാവരും വരുന്നേ ഉള്ളൂ. പക്ഷെ നൈസാണ് കണ്ടോ, താഴെ വെള്ളം ഒഴുകുന്ന ഭയങ്കര ഒരു പേടിയാവും താഴോട്ട് നോക്കിയാൽ. ഞാനതുകൊണ്ട് താഴോട്ട് നോക്കിയില്ല. ഇനി നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒരുപാട് പാലങ്ങളുണ്ട്. ഈ പാലങ്ങളെല്ലാം കയറി വേണം വരാൻ. വരുന്ന വഴിക്ക് ഇത് കണ്ടോ, ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് പോലത്തെ ഒരു ചെറിയ ബ്രിഡ്ജാണ് കേട്ടോ. ഇത് ചെറിയൊരു റൂട്ട് ബ്രിഡ്ജാണ്. ഇതിൻ്റെ വലിയ ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2 എണ്ണം മുകളിലും താഴെ ആ ഒരു രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞൊരു വാട്ടർഫാൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ലോങ് ആണ് നമ്മൾ പോകുന്നത്. ഇതുണ്ടോ, ഈ മരത്തിൻ്റെ വേരുകൾ കൊണ്ടാണ് ഈ പാലം ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര ഒരു സെറ്റപ്പാണ്. അത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്, പക്ഷേ മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഉണ്ടോ, നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഉണ്ടോ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെയും സ്റ്റെപ്സാണ്. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ താമസിച്ചവരുടെ ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഒരു റെൻറ്റിനുള്ള റൂംസും ഉണ്ട് ഇവിടെ, വീടുകളും ഉണ്ട് ഇവരുടെ. നമ്മുടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജോട്ടുള്ള ടിക്കറ്റ് പാസ് എടുക്കുന്ന എവിടെയാ കേട്ടോ, ഇതിലാണ് പോകേണ്ടത്. ഇത് ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ദിസ് ഈസ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. ദിസ് ഈസ് ഓക്കെ ഓക്കെ. ഓ, ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. ഓക്കെ, അത് നമ്മൾ മേളിൽ പോയിട്ട് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങാന്നാണ് അവർ പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും കാണാനുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. കണ്ടോ, ഈ ട്രീയുടെ വേരാണ് കണ്ടോ, ഫുൾ ആളാണ്. അത് ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്, കുളിക്കാൻ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ട്. മേളിലും താഴെയുണ്ട് ബ്രിഡ്ജ്. തിരിച്ചു വരുമ്പോൾ കാണാന്നാണ് അവർ പറയുന്നത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ട്രീയുടെ വേറെ അതേക്ക് ഇങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്ന് സെറ്റായിട്ടാണ് കണ്ടോ. അല്ലേ, ഇതൊക്കെ ഒരു റൂട്ടാണ് കേട്ടോ. അതായത് ട്രീ ആണ്. ഇതുണ്ടോ, ഇത് അല്ല റൂട്ടാണ്. ഇതുണ്ടോ, ഒരുപാടുണ്ട്. എന്തുവാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം റൂട്ടാട്ടോ. ഉണ്ടോ, ട്രീ. ഇത് 150 വർഷം പഴക്കമുണ്ടെന്ന് പറയാം റൂട്ട് ഈ ബ്രിഡ്ജ്. ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിൻ്റെ വേരുകളാണ്. ഇതുണ്ടോ, ഫുള്ള് ഓരോരുത്തർ അവർ കടത്തി വരുന്നുണ്ടോ. ഇവിടെ ഇതിന്റെ വേരൊക്കെ പോയെന്നല്ലേ. ഇവിടെ എന്ത് വേര ഇങ്ങനെ പോയിട്ട് കൊള്ളാം സംഭവം. ഇതിങ്ങനെ ഇതാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. കൊള്ളാം സംഭവം. താഴെ ഏതാണ്ടൊക്കെ
എന്താ ഇട്ടേക്കുന്നേ? താഴെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആ ഒരു പാറയിലെ ഇവിടെയൊക്കെ നല്ല ആംബിയൻസ് ആണ്. രണ്ട് സൈഡും ഇതാണ് പഴയ ബ്രിഡ്ജോ? പോടാ, മനുഷ്യരെ തമാശിക്കുന്ന. പഴയ ഒരു ബ്രിഡ്ജും ഉണ്ട്, താഴെയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. താഴെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ശരിക്കും ക്ലിയർ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങോട്ട് ഇനിയും പോകാനുണ്ട്. വെജ് മോമൊക്കെ ഉണ്ട്, ബോയിൽഡ് എഗ്, കുക്കുംബർ, ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 hour ട്രക്കിംഗ് ആണെന്ന് പറയുന്നത്. 11:56 ആയിട്ടുണ്ട് ഇപ്പം. നമ്മൾ എത്ര നേരം കൊണ്ട് ട്രക്ക് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ, ഗ്രൗണ്ട് പോലെ ഉണ്ട്, നാട്ടിലെ പോലെ ഒരു സ്ഥലം. ഫുട്ബോൾ ഗ്രൗണ്ട് ആണത്. ഓക്കെ, സൂപ്പർ. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കാട്ടിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കാൻ എടുത്തു. നല്ല അടിപൊളി വെള്ളം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തായാലും നമ്മൾ ദാഹിച്ച് ആ ടപ്പ് തെറിച്ച് നമ്മുടെ വെള്ളം എല്ലാം തീർന്നു. കമുക എല്ലാം ഉണ്ട് ഇവിടെ. ശരിക്കും നമ്മുടെ നാട്ടിലെ സെയിം സ്ഥലം. ഇവന്മാർ പറയുന്നത് കേരളം കാണാൻ വേണ്ടിയാണ് മേഘാലയ വരുന്നത്. കേരളത്തിലെ അതേ സ്ഥലങ്ങളും കാര്യങ്ങളാണ് ഫുള്ള്. മരങ്ങളെല്ലാം ഇത് തന്നെ കറക്റ്റ് കേരളത്തിലുള്ള സംഭവങ്ങളാണ്. ഈ ഒരു സൗണ്ട് കേട്ടോ, അത് ഏതോ ജീവിയാണെന്ന് പറഞ്ഞത്. എന്തോ ഇൻസെക്റ്റിൻ്റെ എന്ന സൗണ്ടാണ്. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുണ്ട്. റേഞ്ചില്ല കേട്ടോ ഇവിടെ, അതുകൊണ്ട് ക്യാഷായിട്ട് കൊണ്ടുവന്നാലേ കിട്ടുള്ളൂ. നാട്ടിലെ ചീവീടിൻ്റെ സൗണ്ട് പോലെ അല്ല കേട്ടോ, ഇവിടുത്തെ ഇതും ചീവീട് തന്നെയാണ്. ഇവിടെ വേറൊരു സൗണ്ടാണ്, ഇൻസെക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, ചീവീടാണെന്നാണ് പറഞ്ഞത്. പുള്ളി നേപ്പാളാണ്. പുള്ളിയുടെ അവിടെ നമ്മുടെ ഇവിടുത്തെ സെയിം സൗണ്ടാണ് പുള്ളി ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഫോറസ്റ്റിൽ പോകുന്ന പോലെ തന്നെ, പക്ഷേ ഫോറസ്റ്റ് ആണോ ചോദിച്ചാൽ ഫോറസ്റ്റ് ആണ്, പക്ഷെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതിനെ ഡീറ്റെയിൽ ആയിട്ട്. ഉണ്ടോ കുറേ ഡിഫറെൻറ്റ് സൗണ്ടുകൾ ഉണ്ടോ. ചീവീടിൻ്റെ സൗണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് പോയി, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. സൂപ്പർ സ്ഥലം കേട്ടോ. എനിക്ക് എന്നാ രസം നോക്കി. ഇത് ഭയങ്കര പാറയാണ് കണ്ടോ, ഫുള്ള് കണ്ടോ. കൊള്ളാം, അതുകൊണ്ടോ നല്ല അടിപൊളി സ്ഥലം. നമ്മുടെ പിള്ളേരെല്ലാം വന്നുകൊണ്ടിരിക്കുക. ഇത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ വെള്ളച്ചാട്ടം കണ്ടോ, ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. ഹൈബ്രിഡ് ബ്രിഡ്ജ്. ആ ഓക്കെ, മെറ്റലും റൂട്ടൂടെ കൂടിയാണ് സംഭവം. ഇടയ്ക്കൂടെ കമ്പിയും കൂടെ വിട്ടിട്ടുണ്ട്, അതിൽ വഴി വേരും പിടിച്ച് കയറി പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് വേരാ. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ വേരാണ്. ഇതിന് ഏറ്റവും അടിപൊളി ഈ വെള്ളച്ചാട്ടം കണ്ടില്ലേ. കൊള്ളാല്ലേ സ്ഥലം, നൈസ് ബ്രിഡ്ജ്. കണ്ടോ, ഈ മരത്തിൻ്റെ വേരാണ് കാണാൻ നല്ല ഭംഗി. ഒറ്റ സ്ട്രെച്ചിൽ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ല, കാരണം തിരിച്ചു വരുമ്പോൾ ആൾ കുറയും, അപ്പം ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇവർ പറയുന്നത്. അപ്പോൾ റെസ്റ്റ് ഇല്ലാതെയാണ്. നമ്മളൊരു 3-4 പേരുണ്ട് ബൈക്കിൽ, പിന്നെ നമ്മുടെ ഗൈഡും ഉണ്ട്. അടിപൊളി സ്ഥലങ്ങളാണ്. ഞങ്ങളിപ്പോൾ ഒരു മൊത്തം 4 പേരുണ്ട്. നമുക്ക് നോക്കാം. 11:56 മുതൽ 1 മണിക്കൂർ പറഞ്ഞവർ. എത്ര നേരം കൊണ്ട് എത്തുമെന്ന് നോക്കാം. നമ്മുടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് വരെയുള്ളൂ 4 സ്റ്റെപ്പ്, 3500 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കിടക്കുന്നത് കൗണ്ട്ലെസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തെറ്റുപറ്റി. ഓക്കെ, ഇത് ഫോറസ്റ്റ് ആണ്, പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് ഫേമസ് ആയതുകൊണ്ട് എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിനെപ്പറ്റി ഇവർ പറയുന്ന അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തേലും അല്ലാത്ത കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈമാണ്, കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമാണ് മേഘാലയ. അപ്പം ഇതിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ സ്ഥലങ്ങൾ കാണണമെന്നുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ അതെല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുമ്പം പ്രോപ്പർ ഗിയേഴ്സൊക്കെ ആയിട്ട് വന്നാലേ നമുക്ക് ഹൈക്ക് ചെയ്യാൻ കൂളായിട്ട് കയറാൻ പറ്റുള്ളൂ. വെള്ളം പോലും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും പണി കിട്ടും. ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫാണ്, പക്ഷെ ഇപ്പം അത്ര ടഫായിട്ട് തോന്നുന്നില്ല. തിരിച്ചു പോകുമ്പോഴായിരിക്കും ടഫ് എന്ന് തോന്നുന്നു. ഉറുമ്പിൻ്റെ കൂടാണ്. In many places, they make chutney out of their egg. Oh, Yeah. I'm not sure which place, okay. but
they take out the egg and make Okay. chutney. ഓഹോ, ഇതിൻ്റെ എഗ്ഗ് ചമ്മന്തിയായിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ചില സ്ഥലത്ത്. ഏത് സ്ഥലമാണെന്ന് പുള്ളിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഗൈസ്, നമ്മുടെ ഗൈഡ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. രണ്ടുപേരുണ്ടല്ലേ, അതിലൊരാൾക്കറിയാലോ. പുള്ളി ബൈക്കിലാണ്. ഇവനിവിടെ ആദ്യത്തെ ട്രക്കിങ്. പക്ഷേ അന്നപൂർണ്ണയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ട്രക്കിങ് ഒത്തിരി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് ട്രക്ക് ചെയ്യുന്നത്. നമ്മളൊരു വെള്ളച്ചാട്ടം എടുത്ത് എത്തിയിട്ടുണ്ട്. ഓൺലി 5 minutes, 5 രൂപ. ഈ വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ വന്നതെന്ന് പറഞ്ഞത്. കാണാൻ പറ്റുമോ? ആ, അത് തന്നെ ഉണ്ടോ? ഈ വെള്ളച്ചാട്ടമാണ്. ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നടക്കണം ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ. ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ, ഇങ്ങനത്തെ വഴികളാണ്. 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തുന്ന പറഞ്ഞത്. നമ്മൾ 11:56 സ്റ്റാർട്ട് ചെയ്താണ്. നിർത്താൻ വന്നിട്ട് ഓൾമോസ്റ്റ് 1 hour കൊണ്ട് നമ്മളെത്തി. കറക്റ്റ് 1 hour നമ്മളെത്തി, റീച്ച് ആവുമെന്ന് പറഞ്ഞു. ഗൈഡ് ചോദിച്ചു നമ്മളെ കൊണ്ട് പറ്റിയില്ല, നമ്മൾ 2 hour ആകുമായിരിക്കും പറഞ്ഞു. പക്ഷേ നമ്മൾ 1 hour കൊണ്ട് നിർത്താതെ, നമ്മൾ അവിടെ നിന്നില്ല, സ്റ്റാർട്ട് ചെയ്തെടുന്ന പോലെ നിർത്താതെ വന്നുകൊണ്ട് നമുക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരിച്ച് ടഫാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വ്യൂ ആട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടോ, ഇവിടെ ഉണ്ട്. ഇതാണ് റെയിൻബോ വാട്ടർഫാള്. നമ്മളങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വാവ്, എക്സ്ക്യൂസ് മീ. അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ, ഒന്നും പറയാനില്ല. എന്നാ രസമാണെന്നറിയോ കാണാൻ. കാരണം ഭയങ്കര ഹെവി വാട്ടർഫാളാണ് കണ്ടോ, ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര ഭീകര വെള്ളച്ചാട്ടം, നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഈ സൈഡിലൊരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മുടെ വെള്ളച്ചാട്ടം അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഇവിടം വരെ ഇറച്ചിലടിക്കും നമുക്ക്. സൂപ്പറാട്ടോ. ഇതിനൊരു വഴിയുണ്ട്, ഇത് ക്ലോസ് ചെയ്ത് വെച്ച് കേട്ടോ. This is rainbow waterfall. Unfortunately, we cannot see rainbow at the moment because for that we need to have sun in the sky. So when the sun rays come from that direction, so there are a lot of mist which is flying. So this acts as a small crystal, so it reflects the light and you will see rainbow here. So this is rainbow waterfall. നമ്മളങ്ങനെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കയറുവാണ് തിരിച്ച്. ഇനി വന്ന വഴി നമ്മൾ തിരിച്ചു വേണം. എന്നിട്ട് മറ്റേ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, ഞാനും ഗൈഡും. ഞങ്ങൾ രണ്ടും കിഷൻ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അങ്ങ് ബൈക്കിലോട്ട്. കാരണം എല്ലാവരും നടന്ന് കയറി വരുന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ എത്തിയിട്ടില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. മറ്റേ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്കൊക്കെ എൻ്റെ കുറച്ച് നനഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കാണ്. ഇപ്പം മൈക്കില്ലാതെ സംസാരിക്കണം കേട്ടോ. നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ്ടോ അതുകൊണ്ട് പിള്ളേർ വലിഞ്ഞ് കയറുന്നത്. ഇവിടെ ചിറാപ്പുഞ്ചി ആയതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്യും. അപ്പം പെട്ടെന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണെന്നാണ് ഇപ്പോൾ ഗൈഡൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ വലിഞ്ഞു കയറി പോകില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ഇനി കുറേ വീഡിയോസും കാര്യങ്ങളും എടുക്കാം. നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. നമ്മൾ തിരിച്ചെത്തി ഈ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവളിവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങളെല്ലാം തിരിച്ചു പോയിട്ട് വന്നു. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് ഉള്ളത്.
അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാവരും വരുന്നേ ഉള്ളൂ. 1600 സ്റ്റെപ്പുണ്ട് ഇനി ഉള്ള പൈസ കാണാൻ വേണ്ടി. അല്ല, ഇവിടെ ഉള്ള ഒരു ലോക്കൽ ഗൈ പറഞ്ഞു 1600 സ്റ്റെപ്പ് ഉണ്ടെന്ന്. ഇനി ഇപ്പം തന്നെ സമയം 5 മണി ആകണ്ടായി. ലേറ്റ് ആറ്, നൈറ്റ് ആറ് കേട്ടോ. 5 മണി ആകുമ്പോൾ തന്നെ ഇവിടെ ഇരുട്ടാവും. ഇപ്പം 4:30 എങ്ങാണ്ടായി. നല്ല അടിപൊളി പോയല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ പോയിട്ട് വന്ന സ്ഥലം. What you say? South at last? Yeah, south at last. So west. When I get to Delhi, then I'll head up to the Himalayas, Himachal Pradesh, see Rishikesh. പുള്ളി ഓസ്ട്രേലിയയിൽ നിന്ന് വന്നാ. ഓസ്ട്രേലിയയിൽ നിന്ന്. I wouldn't trust it's pure enough. So. ആ പുള്ളി ഇന്ത്യ ഫുള്ള് ട്രാവൽ ചെയ്ത് പുള്ളി. ഒരാളെ തൊടുക്കൊണ്ട് പോണ 5:45 സമയമാണ്. സമയം ഉണ്ടോ കാണും നിന്റെ ഫോണെ? സമയം ഉണ്ടോ കാണിക്ക്? സമയം 5:45. ഇപ്പോൾ കണ്ടു 9 മണിയായ ഫീലാണ് 5:45 ആകുമ്പോൾ. നമ്മൾ മുകളിലെത്തി. ഏകദേശം ഇനി ഒരു 10-50 സ്റ്റെപ്പുകളേ ഉള്ളൂ. എത്തിയിട്ടുണ്ട്. ടൈം നമ്മൾ റീച്ച് ആയ ടൈം 6:01. സ്ഥലം 10 മണി. അങ്ങനെ പിന്നെ ഇവിടെ ഏറ്റവും നേരം വെളുക്കും, ഇത്രയും പെട്ടെന്ന് ഇരുട്ടോ. ഞങ്ങൾ റീച്ച് ചെയ്തു. ഇനി ഒത്തിരി പേര് എത്താനുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഇരുട്ടാണ്. ട്രക്കിങ് കഴിഞ്ഞു. നമ്മുടെ റീച്ച് ചെയ്ത ടൈം എത്ര? 6:01 ഞങ്ങൾ എത്തി. ബാക്കി ഒത്തിരി പേര് വരാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്.